ഗുഡ് മോർണിംഗ് എവരിവൺ. ഹരി ശ്രീ ഗണതായ നമ. അവിഘ്നമസ്തു. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും. ശരിയായി മധുരിച്ചിടാം സ്വയം പരിശീലിച്ചൊരു കയ്പ് തന്നെ. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഇന്നത്തെ വിഷയം ദശോപനിഷത്തുക്കൾ. ദശം മീൻസ് 10 ഉപനിഷത്തുക്കളെ പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. ഈശം, കേനം, കണ്ഠം, പ്രശ്നം, മുണ്ടകം, മാണ്ഡുക്യം, തിത്തിരം, ഐതരേയം, ഛന്ദോഗ്യം, ബൃഹദാരണ്യകം എന്നിവയാണ് പ്രധാനപ്പെട്ട 10 ഉപനിഷത്തുക്കൾ. 1. ഈശം. 108 ഉപനിഷത്തുക്കളിൽ ആദ്യത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ ഉപനിഷത്താണിത്. ശുക്ല യജുർവേദീയ വിഭാഗത്തിൽപ്പെടുന്നതും 18 മന്ത്രങ്ങൾ മാത്രം അടങ്ങുന്നതുമാണ് ഈ ഉപനിഷത്ത്. വിഷയത്തിൻ്റെ അർത്ഥമഹിമയാൽ ഈ ഉപനിഷത്ത് എല്ലാ വേദാന്ത രഹസ്യങ്ങൾക്കും മുകളിൽ നിൽക്കുന്നു. പ്രാപഞ്ചികതയിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഈശ്വരീയമായ ചൈതന്യത്തെ ഈ ഉപനിഷത്തിൽ ദർശിക്കാനാവും. 2. കേനം. വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ 10 ഉപനിഷത്തുക്കളിൽ അതീവ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് സാമവേദീയ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഉപനിഷത്ത്. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംവാദത്തിൻ്റെ രൂപത്തിലാണ് ഇതിൻ്റെ വിഷയവിവരണം. 4 ഖണ്ഡങ്ങളിലായി പരന്നുകിടക്കുന്ന ഈ ഉപനിഷത്തിൽ മനുഷ്യൻ്റെ വിഷയാസക്തി മുതൽ ബ്രഹ്മജ്ഞാനം നേടി ബ്രഹ്മലോകത്തിലെത്തുന്ന മനുഷ്യൻ വരെ പ്രതിപാദ്യ വിഷയമാവുന്നു. 3. കണ്ഠം. കൃഷ്ണ യജുർവേദീയ ഉപനിഷത്ത് വിഭാഗത്തിൽ പെടുന്നതാണ് കഠോപനിഷത്ത്. വളരെ പ്രധാനപ്പെട്ട ഉപനിഷത്തുക്കളിലൊന്നായ ഇതിനെ വല്ലികളായി തിരിച്ചിട്ടുണ്ട്. ഈ ഉപനിഷത്തിൽ 6 വല്ലികളാണുള്ളത്. ആഗ്രഹിച്ച ഫലം നേടുന്നതിന് വേണ്ടി വിശ്വജിത് യാഗം നടത്തിയ വാജശ്രവസിൻ്റെ ഗോദാനം മുതൽ നചികേതസിൻ്റെ ബ്രഹ്മപദപ്രാപ്തി വരെ ഈ ഉപനിഷത്തിൽ പഠന വിഷയമാണ്. പ്രശ്നം 4. പ്രധാനപ്പെട്ട 10 ഉപനിഷത്തുകളിൽ ഉൾപ്പെടുന്ന പ്രശ്നം അഥർവവേദീയ ശാഖയിൽപ്പെട്ടതാണ്. ബ്രഹ്മജ്ഞാനത്തിനായി പിപ്പലാദ മഹർഷിയെ സമീപിക്കുന്ന ഭരദ്വാജപുത്രനായ സുകേശൻ, ശിബിപുത്രനായ സത്യകാമൻ, സൂര്യപുത്രനായ ഗാർഗ്യൻ, അശ്വലപുത്രനായ കൗസല്യൻ, വിദർഭദേശത്തെ ഭാർഗവൻ, കത്യാപുത്രനായ കബണ്ഡി എന്നിവർ അദ്ദേഹവുമായി നടത്തുന്ന സംവാദമാണ് ഈ ഉപനിഷത്തിലെ പ്രതിപാദ്യ വിഷയം. 5. മുണ്ടകം. വളരെ പ്രധാനപ്പെട്ട ഉപനിഷത്തുക്കളിലൊന്നാണിത്. അഥർവവേദീയ ഉപനിഷത്ത് ശാഖയിൽ പെടുന്ന ഈ ഉപനിഷത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. ഓരോ ഭാഗത്തെയും മുണ്ടകം എന്ന് വിളിക്കുന്നു. ഋഷി അംഗശിരസ് മഹർഷി ശൗനകന് നൽകുന്ന വിവരണമാണ് ഈ ഉപനിഷത്തിന്റെ ഉള്ളടക്കം. പരാവിദ്യയും അപരാവിദ്യയും ആത്മജ്ഞാന വിഷയവുമൊക്കെ ഈ ഉപനിഷത്തിൽ ദർശിക്കാം. മാണ്ഡുക്യം. അഥർവവേദീയ ശാഖയിൽപ്പെടുന്ന ഒരു ഉപനിഷത്താണ് മാണ്ഡൂക്യോപനിഷത്ത്. 12 മന്ത്രങ്ങളാണ് ഈ ഉപനിഷത്തിൽ അടങ്ങുന്നത്. ഓങ്കാര മഹത്വവും പ്രപഞ്ചത്തിൻ്റെ ബ്രഹ്മചൈതന്യവും ഓങ്കാരത്തിൻ്റെ തുരീയഭാവം മഹനീയവുമായതൊക്കെ ഈ ഉപനിഷത്തിൽ വിഷയമാവുന്നു. 7. തിത്തരീയം. കൃഷ്ണ യജുർവേദീയ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഉപനിഷത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്.
കൃഷ്ണ യജുർവേദീയ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഉപനിഷത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ഉപനിഷത്തിന് 3 അധ്യായങ്ങളാണുള്ളത്. ഓരോ അധ്യായങ്ങളും വല്ലികൾ എന്ന് വിളിക്കുന്നു. വല്ലികൾ യഥാക്രമം ശിക്ഷാവല്ലി, ബ്രഹ്മാനന്ദവല്ലി, ഭൃഗുവല്ലി എന്നിവയാണ്. ഒന്നാമത്തെ വല്ലിയിൽ വേദപഠന വിഷയങ്ങളും രണ്ടാമത്തെ വല്ലിയിൽ ബ്രഹ്മജ്ഞാന മാർഗം തുടങ്ങിയ വിഷയങ്ങളും ഉൾപ്പെടുന്നു. മൂന്നാമത്തെ വല്ലിയിൽ വരുണൻ പുത്രനായ ഭൃഗു മഹർഷിക്ക് നൽകുന്ന ഉപദേശം തുടങ്ങിയവയാണ്. ഓരോ വല്ലിയിലും അനുവാകങ്ങൾ ഉപവിഷയങ്ങളാണ്. ശിക്ഷാവല്ലിയിൽ 12 അനുവാകങ്ങളും ബ്രഹ്മാനന്ദവല്ലിയിൽ 9 അനുവാകങ്ങളും ഭൃഗുവല്ലിയിൽ 10 അനുവാകങ്ങളുമുണ്ട്. ഐതരേയം. ദശോപനിഷത്തുക്കളിൽ ഒന്നാണിത്. ഐതരേയം ആരണ്യകത്തിന്റെ 2ാം വിഭാഗത്തിലാണ് ഈ ഉപനിഷത്ത് ഉൾപ്പെടുന്നത്. ഋഗ്വേദീയ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഉപനിഷത്ത് 3 ഖണ്ഡങ്ങളിലായി പരന്നുകിടക്കുന്നു. 9. ഛാന്ദോഗ്യം. സാമവേദീയ ഉപനിഷത്ത് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഉപനിഷത്താണിത്. ബൃഹത്തായ ഈ ഉപനിഷത്ത് 8 അധ്യായങ്ങളിലൂടെയാണ് വിവരിക്കപ്പെടുന്നത്. ജ്ഞാനത്തിന്റെ ഉദ്ഭവവും സൂര്യോപാസനയും പ്രാണമഹത്വവും വേദേതിഹാസ പുരാണങ്ങളിലൂടെയുള്ള ആത്മജ്ഞാനവും ജ്ഞാനമഹിമയുമൊക്കെ ഈ ഉപനിഷത്തിൽ വിഷയമാവുന്നു. 9. 10. ബൃഹദാരണ്യകം. ശുക്ല യജുർവേദീയ ശാഖയിൽപ്പെടുന്ന അതിബൃഹത്തായ ഒരു ഉപനിഷത്താണിത്. ഈ ഉപനിഷത്ത് 6 ഭാഗങ്ങളായാണുള്ളത്. ഓരോ ഭാഗങ്ങളെയും അധ്യായങ്ങൾ എന്ന് വിളിക്കുന്നു. അധ്യായം 1 ബ്രാഹ്മണങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. അധ്യായം ഓരോന്നിനെയും ബ്രാഹ്മണങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. ഒന്നാമത്തേതും രണ്ടാമത്തേതും അധ്യായത്തിൽ 6 ബ്രാഹ്മണങ്ങൾ വീതമുണ്ട്. മൂന്നാമത്തെ അധ്യായത്തിൽ 9 ബ്രാഹ്മണങ്ങളും 4ാമത്തെ അധ്യായത്തിൽ 6 ബ്രാഹ്മണങ്ങളുമുണ്ട്. എന്നാൽ 5ാമത്തെ അധ്യായത്തിലാകട്ടെ ചെറിയ വരികൾ മാത്രമടങ്ങുന്ന 15 വിഭാഗങ്ങളാണുള്ളത്. 6ാമത്തെ അധ്യായത്തിൽ 5 ബ്രാഹ്മണങ്ങളാവുന്നു. 108 ഉപനിഷത്തുക്കൾക്കും ശാന്തി പാഠവുമുണ്ട്. ഗുരുവും ശിഷ്യനും ഉപനിഷത്ത് പഠനം ആരംഭിക്കുന്നതിനു മുമ്പും അവസാനിപ്പിച്ചതിനു ശേഷവും ഒന്നിച്ചു ചൊല്ലുന്നവയാണ് ഈ ശാന്തി പാഠങ്ങൾ. ഋഗ്വേദീയ ഉപനിഷത്തുക്കൾക്ക് ഓം വാഗ്മേ മനസി എന്നും ശുക്ല യജുർവേദീയ ഉപനിഷത്തുക്കൾക്ക് ഓം പൂർണ്ണമിതം എന്നും കൃഷ്ണ യജുർവേദീയ ഉപനിഷത്തുക്കൾക്ക് ഓം സഹനാവതു എന്നും സാമവേദി ഉപനിഷത്തുക്കൾക്ക് ഓം അപ്യായന്തു എന്നും അഥർവവേദി ഉപനിഷത്തുക്കൾക്ക് ഓം ഭദ്രം കർണേഭി എന്നും ആരംഭിക്കുന്ന ശാന്തി പാഠങ്ങളാണ് ഉള്ളത്. നമസ്തേ.